മഴ തോരും മുൻപയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരിയും അതുപോലെ തന്നെ രോഹിത്തും കൂടി ആയിട്ട് അങ്ങനെ ആ ബ്ലഡുകളൊക്കെ തുടച്ച് ഒരു കണക്കിന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. രണ്ടുപേരും കൂടെ വേഗം എത്രയും പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് വാതിലൊക്കെ അടച്ച് അവർ പോകുന്നു. അപ്പോൾ ആ സമയത്ത് റിങ്കുവിന് എന്തോ ഒരു സംശയം തോന്നി. റിങ്കു ഇങ്ങനെ ബലമായി ഭയങ്കരമായിട്ട് ഇങ്ങനെ കുരയ്ക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ രേവതിക്കുട്ടിയാണെങ്കിൽ അലീനയുടെ ഫോണിലേക്ക് മാറി മാറി വിളിച്ചപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ശരിക്കും ഹരിശങ്കറിന് പേടിയായിപ്പോൾ ഹരിശങ്കർ ആ ഫോൺ എടുത്ത് പോക്കറ്റിലിടുന്നുണ്ടായിരുന്നു. എന്നിട്ടൊരു വഴിയിലെത്തിയിട്ട് ഒരു കുളം കണ്ടപ്പോൾ ആ കുളത്തിലേക്ക് അത് എറിയുന്നുണ്ട്. ഇത് അവളുടെ ഫോണാണെന്ന് പറയും. നീ ഇത് എടുത്തിട്ട് ആരും വിളിക്കേണ്ട അവളെന്ന് പറയും. എന്നിട്ട് അവർ കോളേജിലേക്ക് തന്നെയാണ് പോകുന്നത്. കോളേജിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? അവൾ മരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, വലിയ കുഴപ്പമുണ്ടാവില്ല. അവൾ മരിക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യം പറയും. റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും മയക്കുമരുന്ന് കൊടുത്തതും പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാൻ എവിടേക്കും രക്ഷപ്പെടാൻ പോകുന്നു ഹരി പറയുന്നുണ്ട്. ഏതെങ്കിലും നാട്ടിലേക്ക് പോയാലോ എന്ന് ആലോചിക്കും. അതിന് പൈസ ഇല്ലാണ്ട് എവിടെ പോയിട്ട് എന്താ കാര്യമാണെന്ന് നോക്കിയാൽ വീട്ടിലുള്ള ഗോൾഡും പണമൊക്കെ അടിച്ചു മാറ്റി പോകാമെന്നൊക്കെ തീരുമാനിക്കുന്നു. എന്തായാലും തൽക്കാലം ഒരിക്കലും പോകണ്ട, നമുക്ക് ഞാൻ കോളേജിലേക്കും പോവാം, നീ വീട്ടിലേക്കും പോ. അപ്പോൾ അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അപ്പാപ്പ എന്നെ വിവരങ്ങൾ അറിയിക്കണമെന്ന് രോഹിത്ത് പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടെ രണ്ട് വഴിക്ക് തിരിയുന്നു. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീനനെ വിളിച്ചിട്ട് കിട്ടാണ്ടായപ്പോൾ പിന്നെ സ്വിച്ച് ഓഫ് ആണ് പറയണത്. അപ്പോൾ അങ്ങനെ ആ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് രേവതിക്കുട്ടി. അപ്പോൾ ഗ്രേസമ്മ ചെന്ന് ചോദിക്കും, എന്താ കാര്യം മോളെ, നീ എൻ്റെ ഫോൺ എടുത്ത് പോയിട്ട് കുറേ നേരം ആയല്ലോ എന്ന് പറയും. നീ നമ്പർ തെറ്റി തന്നെയാണോ വിളിച്ചതെന്ന് വെച്ചപ്പോൾ അല്ലല്ല, ഞങ്ങൾ സംസാരിച്ചതല്ലേ, ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞതാണ്. അതിപ്പോൾ എന്തെങ്കിലും പണി ഉണ്ടാവും അല്ലെങ്കിൽ സൈലൻ്റ് ആവും, ഫോൺ സൈലൻ്റ് ആക്കി വെക്കാറില്ല എന്ന് പറയും. പിന്നെ എന്ത് സംഭവിച്ചെന്ന് നീ പറയണേ? ആ രോഹിത്തേട്ടൻ അവിടെ വന്നിട്ടുണ്ടെന്ന് പറയും. അത് അവൻ്റെ വീടല്ലേ, അവൻ എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. ഇതുപോലെ ഒരിക്കൽ രോഹിത്തേട്ടൻ അലീനേച്ചിയോട് ശത്രുതയുണ്ടെന്ന് പറയും. അപ്പോൾ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ ഒരു ദിവസം ഒരു പെണ്ണിനെയും കൊണ്ട് വന്ന് മുറി അടച്ച് അകത്തിരുന്നപ്പോൾ അലീന ചേച്ചി അവിടുത്തെ അങ്കിളിനെ വിളിച്ച് വരാൻ പറഞ്ഞ് അങ്കിൾ രണ്ടുപേർക്കും ശരിക്കും കൊടുത്ത് ആ പകയുണ്ട് അലീന ചേച്ചിയോട് അയാൾ എന്തെങ്കിലും ചെയ്യുന്നു പറയുമ്പോൾ അത് ശരി, അങ്ങനെ അത് ശരിയാവില്ലല്ലോ, അപ്പോൾ അലീനയ്ക്ക് എന്ത് പ്രൊട്ടക്റ്റാണ് അവിടെ ഉള്ളതെന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംശയിക്കുന്നു ഗ്രേസാമ്മ. എന്തായാലും നീ ഒന്നും കൂടെ ഒന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞ് ഗ്രേസാമ്മ അകത്തേക്ക് പോകും. പിന്നീട് റിങ്കുവിൻ്റെ അതിശക്തമായ കരച്ചിൽ കേട്ട് ഡോക്ടർ പുറത്തുനിന്ന് വരികയായിരിക്കും. എന്താ റിങ്കു എന്ന് ചോദിച്ച് ഗേറ്റ് തുറന്ന വഴിക്ക് പിന്നെ ഡോക്ടറെ മൈൻഡ് ചെയ്തില്ല, നേരെ ഓടും അലീന ഉള്ളടത്തേക്ക്, അതായത് വൈജയന്തിൻ്റെ വീട്ടിലേക്ക്. പിന്നാലെ റിങ്കുവിനെ വിളിച്ചും കഴിഞ്ഞിട്ട് പോകണം. ആ പെണ്ണിനെ കാണാൻ പോകണമെന്നും പറഞ്ഞ് ഡോക്ടർ വഴക്കുണ്ടാക്കി അങ്ങോട്ട് പോകും. സീറ്റ് ഔട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് വാതിൽമ പിടിച്ച് റിങ്കു ശക്തമായി കുരയ്ക്കിനെ കണ്ടപ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നിയ ഡോക്ടർ പതുക്കനെ വാതിലൊന്ന് ഉന്തി തുറന്നു നോക്കിയപ്പോൾ തുറന്ന് കിടക്കണ്, കുറ്റിയിട്ടിട്ടില്ല. അകത്ത കാഴ്ച കണ്ട് ഡോക്ടർ ഞെട്ടണ്. ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന അലീന. അദ്ദേഹം ഓടി വന്നു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ പൾസൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്, ശ്വാസമുണ്ട്. അപ്പോൾ വേഗം തന്നെ റിങ്കുവിന് നന്ദിയൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ആംബുലൻസ് വിടാൻ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് എന്ന് പറയണേ. അതിനുശേഷം പിന്നെ ബാലേന്ദ്രനെ കാണിക്കുന്നത്. ബാലേന്ദ്രൻ സ്വർണ്ണക്കടയിലിരിക്കുന്ന സമയത്ത് ഡോക്ടർ വിളിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങനെ എന്താ ഡോക്ടറെ എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ സെർവൻ്റ് ദേ ഇവിടെ കുത്തേറ്റ് കിടക്കുന്നത്, എത്രയും പെട്ടെന്ന് വായോ എന്ന് പറയും. അങ്ങനെ ബാലേന്ദ്രൻ ആകെ പേടിച്ച് വിറച്ച് ടെൻഷൻ അടിച്ച് വീട്ടിലേക്ക് എത്തും. അതിന് മുന്നേ തന്നെ ആംബുലൻസ് വന്ന് രോഗി നമ്മുടെ അലീനയെയും കൊണ്ട് അവർ പോകും. പിന്നാലെ ഡോക്ടറും പോകും. പിന്നീട് രണ്ടുപേരെയും കൂടെ മാറി മാറി കാണിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വീട്ടിൽ കൊല്ലപ്പള്ളിയിൽ എത്തുന്ന ഹരി അമ്മനെ കാണുമ്പോൾ ആകെ ഞെട്ടണൊക്കെ പോലെ ഉണ്ട്. അമ്മ എന്തിനാ പെട്ടെന്ന് തന്നെ വാലോർന്നെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വാതിലുള്ളിടത്തല്ലടാ വന്ന് ഞാൻ തുറക്കാം, നീ എന്താ കോളേജിൽ പോകാന്ന് ചോദിച്ചപ്പോൾ സ്ട്രൈക്ക് ഇടുന്നു പറയും. ഇന്ന് നിനക്ക് പോകണ്ടേ? ആ പോകണ്ട. നീ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കും. പിന്നെ അല്ലാണ്ട് എൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് അയാൾ നേരെ അകത്തേക്ക് പോകും. അതിനുശേഷം മുത്തശ്ശി എനിക്ക് കിടന്ന് ആകെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ആ ഫോൺ തപ്പി നോക്കുമ്പോൾ ആ ഫോണും താഴെ പോകും. ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ എൻ്റെ അവസ്ഥ. ഇങ്ങനെ കിടക്കണേക്കാൾ നല്ലതും ചാവണാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അവിടെ കിടന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്താണ് നമ്മുടെ ബാലേന്ദ്രൻ വരുമ്പോൾ കാണുന്ന കാഴ്ച, അകത്ത് ആകെ ബ്ലഡ് ഇങ്ങനെ തളം കെട്ടി കിടക്കണ്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ നോക്കി നിന്ന് പിന്നെ ആകെ വിറച്ച് അമ്മയുടെ മുറിയിലേക്ക് ചെല്ലും. അപ്പോൾ അമ്മ ബാല നീ ഉണ്ടായി ഇവിടെ, എത്ര നേരമായി ഞാൻ നിന്നെ വിളിക്കുന്നു, അവിടെ ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടല്ലടാ, ആ പെങ്കൊച്ച് എവിടെ, അവൾക്ക് എന്താ പറ്റിയത്, എത്ര തവണയായി അവളെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ വല്ല ഒച്ചയും ബഹളമൊക്കെ കേട്ടോ, എന്തൊക്കെയോ ഒച്ചയും ബഹളമൊക്കെ കേട്ട് മോനെ, ഇവിടെ കിടന്ന് ഞാൻ എന്ത് കാണിക്കാനാണ്, എന്താടാ നീ എന്താ ഉണ്ടായി പറ, അവൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും. അവൾക്ക് പറ്റിയെന്ന് പറയാം അമ്മ, ആരോ വന്ന് അലീനനെ കുത്തിയെന്ന് പറയും. കുത്തിയെന്ന് പറയില്ല, അലീനനെ ആക്രമിച്ചു എന്ന് മാത്രമേ പറയുള്ളൂ. അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശി ഉറക്കനെ കരയിന്. അതിനുശേഷം വീണ്ടും ഡോക്ടറെ വിളിക്കും. ഡോക്ടർ പറയും ഞാൻ ദേവമാതാ ഹോസ്പിറ്റലുണ്ട്, എൻ്റെ ഹോസ്പിറ്റലാണ്, ബാലേന്ദ്രൻ അങ്ങോട്ട് പോയോ, കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയുമെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് പറയും. ഇതൊക്കെ നോക്കി വെക്കണ്ടേ, നിങ്ങളെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ, സോറി ഡോക്ടർ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല എന്ന് പറയും. ബോധം ഉണ്ടായിരുന്നെങ്കിൽ അവരോട് തന്നെ ചോദിക്കുകയായിരുന്നു, ഇനിയിപ്പോൾ അതും പറ്റില്ലല്ലോ.
സാരമില്ല, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഞാൻ അർജൻറ്റായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ പോണ്. ഒരുപാട് ബ്ലഡ് പോയതുകൊണ്ട് ബ്ലഡ് അത്യാവശ്യവും വരും. ബാലേന്ദ്രൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറയും. ആ ശരി ഡോക്ടർ, ഞാൻ ദേ വരുന്നതെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.